പിന്നെ ഉണ്ടാകും. ഇതുപോലെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുള്ള പല അനുഭവങ്ങളെയും മതേതരത്വത്തിന്റെ മയക്കില് നമ്മൾ അറിഞ്ഞില്ല. സത്യമാണ്. 1959 ടിബറ്റ് ചൈന പിടിച്ചെടുത്തപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത യാത്രാരേഖകളുമായിട്ട് കൈലാസത്തിലേക്ക് പോയ തീർത്ഥാടകർ ചൈനയുടെ ജയിലഴികൾക്കുള്ളിൽ അടക്കപ്പെട്ടു. പാഞ്ഞു കയറിയവരല്ല. നിയമത്തിന് വിധേയമായി ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത യാത്രാരേഖകളുമായി കൈലാസം വലത്ത് വെക്കാൻ ഭഗവാനെ ദർശിക്കാൻ പോയവരെ അനധികൃത കടന്നുകയറ്റക്കാരായി വ്യാഖ്യാനിച്ചുകൊണ്ട് ചൈന പിടിച്ച് ജയിലിലിട്ടു. ഇന്ത്യൻ തീർത്ഥാടകർ ചൈനീസ് ജയിലിൽ കടക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളിച്ചു. സ്വാഭാവികമായും പ്രതിഷേധം കൊണ്ട് മുഖരിതമാകേണ്ടതാണ്. കാരണം തീർത്ഥാടകർ ചൈനയുടെ ജയിലിൽ കിടന്നു. ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിച്ചു. ഭാരതീയ ജനസംഘത്തിന്റെ പ്രതിനിധികൾ ഇതെടുത്തിട്ടു. മറ്റാർക്കും എല്ലാവർക്കും മതേതരത്വം സേവിച്ചിരിക്കുകയായിരുന്നു. ആരും അതിനനുസരിച്ച് പ്രതികരിച്ചില്ല. അവസാനം ഭാരതീയ ജനസംഘത്തിന്റെ പ്രതിനിധികൾ വാക്കൌട്ട് നടത്തി പുറത്തേക്ക് പോയി. ഇത് തന്നെ പഞ്ചോ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള പാർലമെന്റ് വളരെ സവിശേഷമായ ഒരു ബില്ല് അന്ന് അവതരിപ്പിച്ചു. ജയിലഴികൾക്കുള്ളിൽ ഇന്ത്യൻ തീർത്ഥാടകർ കൈലാസ ഭഗവാനെ ദർശിക്കാൻ പോയ ശിവഭക്തര് ചൈനയിലെ ജയിലഴികൾക്കുള്ളിൽ കടക്കുമ്പോൾ ഇന്ത്യയുടെ പുണ്യഭൂമി എന്നതുമായി ഇന്ത്യക്കാരിൽ നിന്ന് അടച്ചു മാറ്റിയത് 20 കൊല്ലം അടച്ചു കിടന്നു കൈലാസത്തിന്റെ അതിർത്തി. 1977 ഏകദേശം 20ഓളം കൊല്ലം അടച്ചു കിടന്നു. 77 ജനതാ മന്ത്രിസഭയിൽ വിദേശകാര്യ മന്ത്രിയായിരുന്ന അടൽജി വന്നതിന് ശേഷമാണ് ചർച്ചകൾ നടന്നതും പിന്നീട് കൈലാസത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു. അതുവരെ അടഞ്ഞു കിടന്നു. അത്രയും ഈ ജയിലഴികൾക്കുള്ളിൽ കിടക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് വളരെ പ്രധാനപ്പെട്ട ബില്ലായിരുന്നു. ആ ബില്ല് ജവഹർലാൽ നെഹ്റുവിന്റെ തന്നെ കാർമ്മികത്വത്തില് ആ ബില്ല് അവിടെ അവതരിപ്പിച്ചു. അത് മറ്റൊന്നുമല്ല, ഹജ്ജിന് പോകുന്ന ഹജ്ജാജിമാർക്ക് സബ്സിഡി കൊടുക്കുന്നതിനെ പറ്റി ആയിരുന്നു ആ ബില്ല്. അതിനെപ്പറ്റിയാണ് കരഘോഷങ്ങളോടുകൂടി ഇന്ത്യൻ പാർലമെന്റ് ജയിലഴികൾക്കുള്ളിൽ ശിവഭക്തര് കിടക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ചിന്തിച്ചത് ശിവതാണ്ഡവത്തിന്റെ താളത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭാരതത്തിൽ അവര് ചിന്തിച്ചത് ശിവഭക്തരെ പറ്റിയല്ല. കാവേശ്വരനെ കാണാൻ പോകുന്ന എല്ലാ ഒന്നാം നമുക്കറിയാം. പക്ഷെ എന്താ അവിടെ ഉറുപ്പിക്ക് 90-100 കാട്ടിയാൽ നമുക്ക് അതിന് വ്യത്യാസം കണ്ടാൽ അറിയില്ല. കാവേശ്വരനെ കാണാൻ പോകുന്നവന് സബ്സിഡി കൊടുക്കുന്ന ബില്ലായിരുന്നു അവതരിപ്പിച്ചത്. അതിൽ നിന്ന് വളർന്ന് 70,258 രൂപ പെർ ഹെഡ് കൊടുക്കുന്നതിലേക്ക്. അന്ന് ജയിലഴികൾക്കുള്ളില് ശിവഭക്തരെ ജയിലഴികൾക്കുള്ളിൽ അടച്ചുകൊണ്ട് തുടങ്ങി വെച്ച സംഗതി 70,258 രൂപ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നിടം വരെ കാര്യങ്ങൾ എത്തി. അപ്പോ നമ്മൾ സഹിച്ചിട്ടല്ലേ, ചെറിയ ചെറിയ വേദനകളെ അവഗണിച്ചിട്ടല്ലേ. ഇതിനെ മുൻപ് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയും ഇന്ത്യ കണ്ടതിന്റെ ഏറ്റവും ശക്തനായ ആഭ്യന്തരമന്ത്രിയും ഒക്കെയായ സർദാർ പട്ടേൽ തന്റെ ജന്മനാടായ ജുനഗഡിന്റെ ഭാഗമായ സോമനാഥത്തിൽ അദ്ദേഹം ചെന്നു. അവിടെ മുഹമ്മദ് ഗസ്നിയാൽ തകർക്കപ്പെട്ട സോമനാഥ ക്ഷേത്രം അദ്ദേഹത്തിന് വികാരങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹം ആ മണ്ണിൽ വെച്ച് പ്രഖ്യാപിച്ചു, ഇത് പുനരുദ്ധരിക്കാൻ പോകുന്നു. അദ്ദേഹം അവിടുത്തെ മണ്ണിനെ തൊട്ടുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു. ഇത് കേട്ട ജവഹർ